ചില സ്ഥലങ്ങളിൽ ചമ്മും, പക്ഷെ ചമ്മൽ കാണിക്കാൻ പാടില്ല, പിടിക്കണം, ക്യാരക്ടറും പിടിക്കണം. അത് ഭയങ്കര ഒരു രണ്ട് തീയതിയിൽ ഇവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ളതാണോ ആഗ്രഹം? അല്ല, അയാള് ബേസിക്കലി അയാളൊരു പോലീസ് ഓഫീസറാണെന്ന് നോക്കാം. അപ്പൊ അതിൻ്റെതായ ഒരു ഇതുണ്ട്, ഉണ്ട്, കൺട്രോൾ ഉണ്ട്. മറ്റേ ആളോട് റൊമാൻസ് കാണിക്കും. അതെ. പിന്നെ അയാള് മൊത്തം അവനിലൊരു എന്താണ് വില്ലത്തരമുള്ള പോലീസ് ഓഫീസറുമാണ്, അല്ലാണ്ട് ഒരു നന്മ നിറഞ്ഞ പോലീസ് ഓഫീസർ അല്ല. അപ്പൊ അതിൻ്റെതായ ഒരു ഈ പറഞ്ഞ പോലെ അത് പറയണമെങ്കിൽ കുറച്ചൊന്ന് ഫ്ലാഷ് ബാക്ക് പോകണം. കാര്യം ഈ ക്യാരക്ടർ ആക്ച്വലി ആ പടത്തിൽ അത്രയും ഉണ്ടായിരുന്നില്ല. ഇത് പടം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഫസ്റ്റ് ഹാഫ് വരെ അതൊരു കോളേജ്, ഒരു ക്യാമ്പസ് സ്റ്റോറി പോലെയാണ്. സെക്കൻഡ് ഹാഫ് മൊത്തം വേറെ സിനിമയാണ്, ഇല്ലേ? എന്നോട് ആക്ച്വലി എന്നെ പുള്ളി അതിനകത്ത് അഭിനയിക്കാനായിട്ട് രോഹിത് നേരിട്ട് എന്നെ വിളിക്കുന്നത്. രോഹിത്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ട്, അതറിയാമല്ലോ, അച്ഛൻ ആയിട്ടുള്ള. എന്നെ വിളിച്ചിട്ട്, എടാ മോനെ, എടാ എനിക്കൊരു എൻ്റെ ഒരു ക്യാരക്ടർ നീ പടം കടന്നുകൊണ്ടിരിക്കുകയാണ്, നീ അതിനകത്ത് ഒരു 2 സീന് ഒന്ന് ചെയ്യണം, ഒരു ഗസ്റ്റ് അപ്പിയർ. കാര്യം ഈ മീരയുടെ ക്യാരക്ടർ അവിടെ ഇത് ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ പറയുമ്പോൾ, നറേറ്റ് ചെയ്യുമ്പോൾ ഒരു മൊണ്ടാഷ് പോലെ ഒരു 2 സീനുണ്ട്, നീ അവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുക. അത് ചാക്കോച്ചനോട് ഇവള് കഥ പറയുന്ന ഒരു സീക്വൻസാണ് ആള്. അപ്പോൾ അവിടെ മുതൽ ഇങ്ങനെ ആ ക്യാരക്ടർ അതിന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ മാത്രം, അല്ലാണ്ട് അത്രേ ഉള്ളൂ, 2 സീനേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് വിളിച്ചത്. ഓക്കെ, രോഹിട്ടല്ലോ, ഞാൻ പോയി ചെയ്തു, അത്രേ ഉള്ളൂ. പോരാൻ നേരത്ത് പാക്കപ്പ് സീനെല്ലാം കഴിഞ്ഞ് ഒരു 2 ദിവസം വർക്കോ എനിക്കുണ്ടായിരുന്നു. 2 ദിവസം കൊണ്ട് ആ 2 സീൻ എടുത്തു. അല്ല, സെക്കൻഡ് ഡേ പോരാൻ നേരത്തെ എടുത്തു, എടാ ഇച്ചിരി കാശൊക്കെ എനിക്ക് തന്നിട്ട് പറഞ്ഞു, ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നീ ഒന്ന് വരേണ്ടി വരും, അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഒരു 5-6 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തോന്ന്. അങ്ങനെയാണ് ആ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തത്. ഓ, അത് അടിപൊളിയാണല്ലോ.